സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവം ഭാവിയിൽ നിങ്ങൾക്ക് തരുന്ന ഏതൊരു സാഹചര്യത്തിലും എന്നോട് മാത്രം ചാർജ് എന്നെ സ്നേഹിച്ച് പൊറ്റിപ്പുലർത്തുവാൻ ദൈവനാമത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. Fading out, and the fantasy gets closer. Looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. Stretched to the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind. We don't run away, away from a constellation where I'm a superhero, like I'm in an life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. From a constellation where I'm a superhero, like I'm in an animation. Life is full of color. From a constellation where I'm a superhero, like I'm in an animation. Life is full of color.
തിരുവചനം വായിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 49 മുതൽ ചില വചനം. ആകയാൽ നിങ്ങൾ എന്റെ യജമാനനോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെങ്കിൽ എന്നോട് പറയും, അല്ല എന്ന് വരികിൽ അതും പറയും. എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു. അപ്പോൾ ലാബാനും ബെഥുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതാ റബേക്ക നിന്റെ മുൻപാകെ ഉണ്ട്, അവളെ കൂട്ടിക്കൊണ്ടുപോകാം. യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകും എന്നുത്തരം. അബ്രഹാമിന്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. അവരുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. ആമേൻ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവമേ
യജമാനനോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെങ്കിൽ എന്നോട് പറവിൻ, അല്ല എന്ന് വരികിൽ അതും പറവിൻ. എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം. അപ്പോൾ ലാബാനും ബെഥൂവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു. നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റെബേക്ക നിന്റെ മുൻപാകെ ഉണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ടുപോക. യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ എന്നുത്തരം പറഞ്ഞു. അബ്രഹാമിന്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റെബേക്കയ്ക്ക് കൊടുത്തു. അവരുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. ഈ തിരുവചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നീ നല്ല പകൽ സമയത്ത് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയും ശബക്കയുടെ യാത്ര ഒക്കെയും സുരക്ഷിതമാക്കി തീർത്ത കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സായം സന്ധ്യയില് ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ കടന്നു വരുവാനൊരു അവസരം പരിശുദ്ധനായ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. നാളെ നടക്കുവാനിരിക്കുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് അതിനോടനുബന്ധിച്ച് ഇവിടെ കടന്നു വരുവാൻ സ്വർഗം സഹായിച്ചു. വധുവിന് ആവശ്യമായിരിക്കുന്ന മെറ്റീരിയൽ നൽകാൻ എന്ന് വേണ്ടപ്പെട്ടവർ ആയിരിക്കും. ഇത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമായി തീരുവാൻ പരിശുദ്ധനായ ദൈവം നാളെ സഹായിക്കുന്ന തിരുക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ യാചന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്നേഹമേകുവാ
ഇന്നലെ പകൽക്കാലം തിരുസന്നിധിയിൽ ഞങ്ങൾ ഹല്ലേലൂയ കടന്നു വരുന്നു. ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് അനുകൂലമായി കൂടെ ഇരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഇപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന മഹനീയമായ വിവാഹ ശുശ്രൂഷ ഹല്ലേലൂയ അനുഗ്രഹമാക്കി തീർക്കുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കണം. ഇതിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ കൃത്യാസമയത്ത് എത്തിക്കണം. ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഒരു ഗാനം, എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നുള്ള മലയാള ഗാനം പാടി നമുക്ക് സങ്കീർത്തന ഭാഗം വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പ്രിയം ദൈവം നമ്മെ അനുഗ്രഹിക്കണം. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി മോക്ഷമാർഗം തുറന്നു. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാവരോഗത്താൽ വലഞ്ഞു എല്ലോ ആശയില്ലാതലഞ്ഞു. പാവരോഗത്താൽ വലഞ്ഞു എല്ലോ ആശയില്ലാതലഞ്ഞു. പാരം കേടിടുമ്പോൾ തിരുമേനിയറിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. പാരം കേടിടുമ്പോൾ തിരുമേനിയറിൽ
നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളവേ സ്തുതിക്കാൻ നീ പരനേ, നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്കാൻ നീ പരനേ, നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സങ്കീർത്തനങ്ങൾ 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അനുഗ്രഹീത സങ്കീർത്തനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ദൈവശബ്ദം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ അരുളപ്പാട് പൂർത്തീകരണം പ്രിയ പൈതൽമേൽ അജ്ജോയുടെ മേൽ ദൈവം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല അവന് തക്ക തുണ നൽകുമെന്ന അതിനുള്ള പുറപ്പാടാണ് നാം പുറപ്പെടേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. തുറന്നു നടക്കുന്ന വിവാഹ ശുശ്രൂഷകളൊക്കെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം 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 ചെയ്യുന്നു. പരിശുദ്ധ ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്ന പിതാവേ, തൻ്റെ പൈതൻ്റെ ബാല്യം മുതൽ കൗമാരം യൗവനത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഈ നാളിലെ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സകല വഴികൾ ഒരുക്കി ദൈവത്തിൻ്റെ സംരംഭത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കുന്ന ദൈവത്തിനായി സ്തോത്രം സ്തോത്രം. ഈ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന സകല ദൈവകുഞ്ഞുങ്ങളെയും കൃത്യാസമയത്തേക്ക് ദൈവം കൊണ്ടുവരുന്ന കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിനായി സ്തോത്രം സ്തോത്രം. വലിയൊരു ദൈവ സാന്നിധ്യം ശുശ്രൂഷ വെളിപ്പെടുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. ഏതൊരുവിധ അമിതടസ്സങ്ങളോ പ്രതികൂലങ്ങളോ വരാതെ പരിശുദ്ധനായ ദൈവം കാത്ത് സൂക്ഷിക്കുന്ന കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനാ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. മനുഷ്യനേകനായിരിക്കുന്നല്ല, അവന്റെ തക്ക സമയത്ത് അവന്റെ തക്കതായ തുണ നൽകുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തം പ്രിയ സഭയുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് പിതാവേ. ഞാൻ
തന്റെ മകനായി നിയമിക്കപ്പെട്ടതായി നിശ്ചയിക്കപ്പെട്ട സഹോദരിയും കുടുംബങ്ങളെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ പ്രൈസലോ ആ വിവാഹ ശുശ്രൂഷയ്ക്കായി ആലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥിച്ച കരങ്ങൾ സമർപ്പിക്കുന്നു. യാത്രയിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം. ഇതിലെ സകല കുഞ്ഞുങ്ങളും സംബന്ധിപ്പാൻ പരിശുദ്ധിയാത്മാവ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. വിവാഹാനന്തരം നടക്കുന്ന വിരുദ്ധ സൽക്കാരാദികളിലൊക്കെയും അങ്ങയുടെ വലിയ പ്രസൻസ് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഒന്നിനൊരു മുട്ടുവരാതെ വണ്ണം പരിശുദ്ധനായ ദൈവം കാത്ത് പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുറന്നതിന്റെ കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന കുടുംബജീവിതം ഈ ഭൂമിയിൽ ധന്യമാക്കി തീർക്കുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കുമാറാകണമേ. ഞങ്ങൾ പ്രൈസലോ തിരുസന്നിധിയിൽ കടന്നു വരികയാണ്. അങ്ങയുടെ സാന്നിധ്യം കൂടി ഇരിക്കുമാറാകണം. ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ യാചന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തര വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങള് ഇറങ്ങി വരിക. ഞാൻ
നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കും. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കിട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടത്. നീ മഹിമയോടെ പ്രാർത്ഥനായ വാഹനങ്ങൾ എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചുമാറാകട്ടെ. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലംഘവും കൊണ്ട് സുന്ദരമായിരിക്കും. ഗന്ധമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കും. നിന്റെ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞിയോഭീർത്തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പ്രതിഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർദിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി സ്വഭാവപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ആമേൻ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യനാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് പ്രത്യക്ഷനാകുന്ന സർവശക്തിയുള്ള ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രഭാതവേളയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ മനുഷ്യനേഹനായിരിക്കുന്ന നന്നൻ അവന് തക്കതായ തുണ കൊടുക്കുമെന്ന് അർപ്പിച്ചത് കർത്താവ്. ഈ പകൽക്കാലം ഈ ദമ്പതികളെ നീ അവിടുന്ന് സ്തോത്രം കൂട്ടിച്ചു. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം അവർ ഒന്നായി തീരുമ്പോൾ സ്വർഗീയമായ മഹിമ അവരുടെ മേൽ പകർന്നു തന്ന സ്തോത്രം അനുഗ്രഹീതമായ വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവമിടയാക്കണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഈ ഹാള് മുഴുവനും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കേണ്ടതായി കടന്നു വന്ന പ്രിയപ്പെട്ടവരായ എല്ലാവരെയും ദൈവം തക്ക സമയങ്ങളിൽ കൊണ്ടുവരുന്നു. അതിലുപരിയായി ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന വിവാഹ ശുശ്രൂഷയുടെ വലിയ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവ സമാധാനം അവിടുത്തെ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ നാമേൽ കർത്താവേ ഈ വിവാഹ ശുശ്രൂഷയെ ഒന്നായി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം ഈ അന്തരീക്ഷത്തെ നീ ക്രമീകരിച്ചതിനായി സ്തോത്രം. ഇത്രത്തോളം നിന്റെ ആത്മാവ് അവിടുന്ന് സ്തോത്രം ചലിച്ചുകൊണ്ടിരിക്കുകയായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവിന്റെ മഹാസാന്നിധ്യം അവിടുന്ന് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക മഹിമ വെളിപ്പെടുവാനിടയാകണമേ. ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ അഭിഷക്തന്മാരെ അതിശക്തമായി ഉപയോഗിക്കണമേ. ദൂരദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അവിടുന്ന് സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് പ്രത്യാശയോടെ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ നിന്റെ അഭിഷക്തന്മാരെ ശക്തമായി അവിടുന്ന് ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇത് ജീവിതത്തിൽ സ്തോത്രം ഞങ്ങൾക്ക് അനുവർത്ഥമാക്കിയെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യന് വേർതിരിപ്പാൻ കഴിയാത്ത കാലഘട്ടമായി ഈ ദിവസങ്ങളിൽ മാറട്ടെ കർത്താവേ. അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവീകതയെ സ്തോത്രമാമൻ ചോദ്യം ചെയ്ത്, ദൈവീക വിവാഹ ശുശ്രൂഷകളെ ചോദ്യം ചെയ്ത് ഈ കാലഘട്ടത്തിൽ സ്തോത്രമാമൻ ഭരണങ്ങൾ പോലും മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വമേറിയ വിവാഹ ശുശ്രൂഷയായി ഇത് ദൈവത്താൽ സ്തോത്രമാമൻ നിയോഗിക്കപ്പെട്ടെന്ന് വെളിപ്പെട്ടു വരുവാൻ സർവശക്തനായ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. പുറന്നടക്കുന്ന എല്ലാ ശുശ്രൂഷമേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ആദിയോടന്ത്യം കൂടെ ഇരുന്ന് സഹായിക്കും. മഹത്വമെല്ലാം തിരുമേനി എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കന്യാകുമാരി ജില്ലയിൽ വിളവങ്കോട് താലൂക്കിൽ ചത്തങ്കോട് ഗ്രാമത്തിൽ ദൈവഞ്ചേരി എന്ന ഇടത്തിൽ താമസിക്കുന്ന ഗ്ലോബൽ പെന്തക്കോസ്റ്റൽ സഭയിൽ കൂടി വരുന്ന പെരിയ വീട്ടിൽ ബേബി അലക്സിന്റെ 26 വയസ്സുള്ള അജോ അലക്സും ബാംഗ്ലൂർ ജില്ലയിൽ ഓസൂർ താലൂക്കിൽ സിംഘാന ഗ്രാമത്തിൽ ഇലക്ട്രോൺ സിറ്റി ഇടത്തിൽ വസിക്കുന്ന ഷാലോം AG സഭയിൽ കൂടി വരുന്ന കാർണിയ വീട്ടിൽ BK ഈപ്പച്ചനുടെ മകൾ 26 വയസ്സുള്ള അച്ഛ സാദി തമ്മിലുള്ള വിശുദ്ധ വിവാഹം 1/12/22 തീയതി പകൽ 10 മണിക്ക് ഗ്ലോബൽ പെന്തക്കോസ്റ്റൽ സഭയിൽ നടത്തുന്ന വിവരം ഇതിനായി ആമേൻ അറിയിക്കുന്നു. ഇരുവരുടെയും രക്ഷിതാക്കൾ സഭയിൽ കൂടി തീരുമാനിച്ച ഈ വിവാഹത്തിൽ വന്നിരിക്കുന്നു. ഒന്നാമത്തെ പരസ്യം സഭയിൽ വായിക്കപ്പെട്ടത് 20/11/2022 രണ്ടാമത്തെ പരസ്യം 27/11/22 മൂന്നാമത്തെ പരസ്യം ഇപ്പോൾ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ തമ്മിലുള്ള വിവാഹം നടത്തുവാൻ നിയമപരമായ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൊതുസഭയിൽ ജനസമൂഹത്തിൽ പറയേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ സമ്മതത്തിനായി വിടുന്നു. ഇപ്പോൾ അത് പ്രതികരിക്കാനുള്ള സമയമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സഭയുടെ സമ്മതം, സഭയുടെ മൗനം സമ്മതം എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാകും. ഇനി ഏതൊരു കാരണവശാലും ഇവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ വിവാഹ സംബന്ധമായ ഏതൊരുവിധ തർക്കങ്ങളോ തർക്കവിഷയങ്ങളോ ഉണ്ടാക്കുവാനോ പാടുള്ളതല്ല എന്ന ദൈവസഭയിലും ദൈവമുൻപാകെയും ഞങ്ങൾ പ്രസ്താവിച്ച് കൊള്ളുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താലോ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാലോ? ദൈവത്തെ സ്തുതിക്കാലോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുറേയേറെ ഒരു ഗാനം പാടി ആരാധിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ചെന്ന് പാടാമോ? ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ. സഭ ഒരുമിച്ച് പാടി
കർത്താവിന് മഹത്വം തരട്ടെ. Somebody, hallelujah. 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 സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ഇന്നും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സർവ്വത്തിന്റെ ഉറവിടമായ ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഈ പകൽ ഒരുമിച്ച് മഹത്വം കരേറ്റുന്നു. ഹല്ലേലൂയാ. എല്ലാ ദൈവമക്കളും കർത്താവിന് ഒരുമിച്ച് മഹത്വം ഇമ്പവും നീയേ, നിലയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ, രണ്ട് കരമുയർത്തി ദൈവമക്കൾ അല്പസമയം കർത്താവിന് മഹത്വം കരേറ്റും. ആരാധനയ്ക്ക് യോഗ്യനായ ഹല്ലേലൂയാ. സഭവതരംഗം ആ കർത്താവിന്റെ സഭഭാഗത്ത് വരുന്നത് ഈ ശുശ്രൂഷയുടെ നടുവിൽ വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കർത്താവിന്റെ മഹത്വം കരേറ്റും. വരികൾ ചേർന്ന് പാടി Hallelujah.
കർത്താവിന് നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും മതത്തം കരേറ്റാമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിയ ദൈവത്തെ നമുക്ക് പിന്നെയും മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. വളരെയധികം പ്രാർത്ഥനകളുടെ തിരുസന്നിധിയിലായിരിക്കാമല്ലോ. പ്രിയ സഹോദരൻ അജോ അലക്സനെ വളരെ കുഞ്ഞുനാളിലെ ഏറ്റവും അടുത്ത് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ദൈവ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇതിലാണ്. പക്ഷെ അവരുടെ ആത്മീയ ജീവിതമൊക്കെ സൗദിയിലെ സഭയിലുള്ള അങ്ങനെ ആത്മീയ ഗൈഡൻസാണ് അവർക്ക് ലഭിക്കുന്നത്. നാട്ടിലോട്ട് വരുമ്പോൾ ഞങ്ങളുടെ ദൈവസഭയുമായി കാലങ്ങളായി വർഷങ്ങളായി സഭയുമായി സഹകരിച്ചു കൊണ്ടിരിക്കും. ഇതൊരു മഹാഭാഗ്യമായി സഭയ്ക്ക് ഞങ്ങൾ കരുതുകയാണ്. ഈ ദൈവസഭയിലത് 2022 മൂന്നാമത്തെ വിവാഹമാണ് നടക്കുന്നത്. ഒരു പദ്ധതിയും അത് അനുഗ്രഹവുമായിട്ട് ഞാൻ കാണുകയാണ്. സമയ ആധികാരികമായ നിലയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വിവാഹത്തെക്കുറിച്ചുള്ള കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആലോചനകൾ ഉപദേശങ്ങളൊക്കെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ചെയ്യുന്നതായിരിക്കും. പ്രൈസലോ നമ്മുടെ അതിൻ്റെ പ്രോഗ്രാം ചാർട്ടുകളിൽ നൽകപ്പെട്ടതിനനുസരിച്ച് ദൈവദാസന്മാർ ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും. എങ്കിലും ഇതൊരു ഉഭയസമ്മതമായി കാണും. നിയമങ്ങളൊക്കെ ഉഭയസമ്മതത്തിലൂടെയാണ് പ്രൈസലോ ഉറപ്പിച്ചിട്ടുള്ളത്. പഴയ നിയമം അങ്ങനെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങൾ കേൾക്കെ ദൈവത്തിന് ന്യായപ്രമാണം വായിച്ചു. ഈ ന്യായപ്രമാണം അനുസരിച്ച് ഞങ്ങൾ ജീവിക്കാമെന്ന് അവരൊരു ഉറപ്പ് കൊടുക്കുന്നു. ഉറപ്പിന്മേൽ യാഗപീഠത്തിലാക്കി വെച്ചിരുന്നതായ യാഗമൃഗത്തിൻ്റെ രക്തമെടുത്ത് ഇസ്രായേൽ ജനത്തിന്മേൽ തളിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രൈസലോ നിയമത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞ മോശ പഴയ നിയമത്തെ ഉറപ്പിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഇത് വാങ്ങി കുടിപ്പി, ഇത് സകല മനുഷ്യർക്കും ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം. കർത്താവായ ക്രിസ്തു തൻ്റെ രക്തത്താൽ പുതിയ നിയമത്തെ സ്ഥാപിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. ഈ വിവാഹം രണ്ട് കുടുംബങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, അവർ പ്രതിദാനം ചെയ്യുന്ന സഭ ഒരുമിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ദൈവത്തിന് ഇതൊരു ഉഭയസമ്മതമാണ്. ദൈവമാണ് ഇതിനെ പ്രൈസലോ യോജിപ്പിക്കുന്നത്. ദൈവം യോജിപ്പിച്ചത് ഒരു കാരണവശാലും മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, പ്രൈസലോ വേർതിരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വളരെ ആവശ്യവും. ദൈവസന്നിധിയിലെടുക്കുന്ന തീരുമാനങ്ങളെ പ്രൈസലവരുടെ ഉഭയസമ്മതം ജീവകാലം വരെയും കാത്തു സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കേണ്ടതും ആവശ്യമാണ്. ആര് ചെയ്യുന്നു, ആര് നടത്തുന്നു എന്നുള്ളതല്ല വിഷയം. പ്രൈസലോ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനമനുസരിച്ച്, പ്രതിഷ്ഠയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് വിഷയം. അങ്ങനെ അവസാനത്തോളം ജീവിച്ചാൽ ഈ ജീവിതം ധന്യമാണ്, അനുഗ്രഹമാണ്, സന്തോഷപ്രദമായി മാറും. കർത്താവിനെ ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, പ്രൈസലോ. അവസാനത്തോളം ദൈവം അവരോടുകൂടി ഇരിക്കണം. ഒത്തിരി ചരട് അറ്റുപോകുകയില്ല, പ്രൈസലോ എന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം. അതേയല്ല തുറന്നുള്ള പ്രൈസലോ ശുശ്രൂഷകളായി പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കുമാറാകട്ടെ.
അടുത്തും പ്രൈസലോ ഒരു ഇൻട്രഡക്ഷനാണ്. ഇന്ത്യൻ ആനിമേറ്റീവ് സീനിയർ പാസ്റ്റർ AG ബാംഗ്ലൂരിലെ ദൈവദാസൻ പ്രൈസലോ മുന്നോട്ട് വന്ന വാത്സല്യ അച്ഛമ്മയുടെയും പ്രിയ അജോയുടെയും വിവാഹത്തിൻ്റെ ഈ മനോഹരമായ സമയം നിങ്ങളോട് ചേർന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതിൻ്റെ സർവേശ്വരന് ഞങ്ങൾ സഭയായി നന്ദി പറയുന്നു. വിശേഷാൽ ഈ സഭയുടെ ശുശ്രൂഷകൻ അസത്തോട് SIG മുൻ സൂപ്രണ്ടായിരിക്കുന്ന റെവറൻഡ് ഡോക്ടർ VT എബ്രഹാം, ഇപ്പോഴ് SIG ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ മാത്യു, മറ്റ് മാസ്റ്റേഴ്സ്, ഇവിടെ നാട്ടിൽ നിന്നൊക്കെ കടന്നു വന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഈ വാത്സല്യ ദൈവസഭ, അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഭാജനത്തെയും ഒരിക്കൽ കൂടെ ശാലോം അസംബ്ലീസ് ഓഫ് ഗോഡ് ബാംഗ്ലൂർ ചർച്ചിൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വാത്സല്യ അച്ഛമോൾ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ അംഗമാണ്. പ്രിയപ്പെട്ട അക്സയെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് എൻ്റെ കർത്തവ്യം. ദൈവത്തിൻ്റെ വചനം ശക്തമായി സംസാരിപ്പാൻ നിയോഗിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെയുണ്ട്. എന്നാൽ എൻ്റെ സഭയിലെ സഭാ അംഗം എന്ന നിലയിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ ഈ യുവതലമുറയിൽ ബഹുമാനിക്കുന്ന, വളരെ ക്രിസ്തുവിൽ ആദരിക്കാൻ ഉതകുന്ന ഞങ്ങളുടെ വാത്സല്യ പെൺപൈതൽ അക്സയെ ഈ സഭയ്ക്കും വിശേഷാൽ അജോയുടെ കുടുംബാംഗങ്ങൾക്ക് ചില വാക്കുകളിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയ അക്സയുടെയൊക്കെ പാസ്റ്ററായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അക്സ എന്ന് മാത്രമല്ല, അക്സയുടെ ഗ്രാൻഡ് ഫാദർ, ഞങ്ങളുടെ ചർച്ചിലെ ഏറ്റവും സീനിയറായ പ്രിയ വാത്സല്യ പിതാവും വന്നിട്ടുണ്ട്. ഏറിയ നാളുകളായി, ഏകദേശം 50 പരം വർഷം കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും ഒക്കെ നിയോഗം പ്രാപിച്ച വാത്സല്യ പിതാവ്, അതോടൊപ്പം തന്നെ ആ തലമുറയിൽ അനേക ശ്രേഷ്ഠമായി കർത്താവിൻ്റെ സേവ ചെയ്യുന്ന അനേക ശുശ്രൂഷകന്മാർ, നേതൃനിലയിൽ അധ്വാനിക്കുന്ന ശുശ്രൂഷ പാരമ്പര്യമുള്ള ഒരു വാത്സല്യ കുടുംബത്തിലെ അംഗമാണ് വാത്സല്യ അക്സ. അക്സയുടെ മാതാവും പിതാവും അയർലൻഡിൽ അവരെ ജോലിയോട് ബന്ധപ്പെട്ടാണെങ്കിലും കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമായിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗമാണ് പ്രിയ അക്സ എന്നതിന് വളരെ സന്തോഷത്തോടും, കർത്താവ് അനുവദിച്ചാൽ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട, ക്രിസ്തുവിനാൽ മാന്യമായ ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ ഒരു അംഗമായി, അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിന് ഒരു ശക്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വാത്സല്യ അക്സമോൾ. പ്രിയ ജോയി എന്നെനിക്കറിയാം. കർത്താവിൽ സമർപ്പിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനൊക്കെ സമർപ്പിക്കേണ്ട ഒരു വാത്സല്യ സഹോദരനാണ് അജോയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇരുവരും മാന്യമായ സെക്കുലർ വിദ്യാഭ്യാസം പ്രാപിച്ചവരും അതോടൊപ്പം തന്നെ പള്ളിലൊക്കെ പഠിച്ച ആളുമാണെന്ന് ഞാൻ അറിയുന്നു. അവരെ ഒരു മാനുഷിക ഉപദേശങ്ങൾ കൊണ്ട് അവരെ കൈത്താങ്ങുന്നതിനേക്കാൾ ഉപരിയായി എനിക്ക് ഒരു സഭയുടെ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥന ഈ ക്രിസ്തീയ കുടുംബത്തിന് ആവശ്യമാണ്. ക്രിസ്തുവിനാൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം പണിതുയർത്തുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. പക്വതയുള്ള, പരിജ്ഞാനമുള്ള, വളരെ മച്ചുവറായ ഒരു ആളാണ് ഞങ്ങളുടെ അക്സ. അക്സ സൺഡേ സ്കൂളിൻ്റെ ഒരു അധ്യാപികയാണ്. യൂത്ത് മിനിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അക്സ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വർഷിപ്പിൽ പാട്ട് പാടുവാൻ, പ്രിയ ജോയനോട് ചേർന്ന് പാടുവാൻ ദൈവം അക്സയ്ക്ക് കൃപ കൊടുത്തിട്ടുണ്ട്. സഭയുടെ ഒരു പ്രധാന റോളുള്ള വാത്സല്യ ഒരു പെൺപൈതലാണ് അക്സ. പ്രിയപ്പെട്ട അക്സയെ വാത്സല്യ ജോയ്ക്ക് ലഭിക്കുന്നതും ഈ സഭയ്ക്ക് ലഭിക്കുന്നതും അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇത്രയും പേരെ കാണുന്നു. വരുന്ന ദിവസം നാളെ മുതൽ നിങ്ങളോട് എത്ര ആളുണ്ടാവില്ല. ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും കഷ്ടങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന സർവേശ്വരൻ നിങ്ങളുടെ കൈകളെ പിടിച്ച് നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ വിവാഹം എല്ലാവർക്കും മാന്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സൂക്ഷിച്ച് അതിൻ്റെതായ ഒരുപാട് പരാജയങ്ങൾ പലയിടത്തും സംഭവിക്കുമ്പോൾ ക്രിസ്തുവിൽ പ്രയോജനപ്പെടുന്ന ഒരു കർത്തൃ കുടുംബമായി വരും ദിവസം നിൽക്കേണ്ടതിന് ശാലോം AG ചർച്ച് സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദൈവസഭ പ്രാർത്ഥിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. ബാംഗ്ലൂരിൽ നിന്ന് ശാലോം സഭയിൽ നിന്ന് ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ കടന്നു വന്നിട്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഷ്ടമോളെയും മനസ്സിലാജമോനെയും ഈ പ്രത്യേക തരണത്തിൽ തന്നെ ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങൾ തന്നെ അനുഗ്രഹിക്കുമാറാണ്.
പ്രൈസലോ വരൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ സഹോദരങ്ങളെ സ്വാഗതം ചെയ്ത ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ അത് വിട്ടുപോയി. എന്നോട് ക്ഷമിക്കണം. ഉത്തരം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരം പരിശുദ്ധനായ ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേദിയിലേക്ക് വളരെ വിദൂരതയിൽ നിന്നും കടന്നു വന്ന പ്രൈസലോ ബൈബിളിൻ്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്ന വധുവിൻ്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്ന രക്ഷിതാക്കൾക്കും ഇവിടെ ബന്ധുക്കൾ ചർച്ചകൾ ഇട്ടവർ ദൈവദാസന്മാർ സകലവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സഭയെ പ്രതികരിച്ച് സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് പ്രൈസലോ വരൻ്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ രക്ഷിതാക്കൾ അവരുടെ ബന്ധുക്കൾ ചർച്ചകൾ ഇട്ടവർ ഇവരെ സകലവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവദാസന്മാർ ഒരു വിഷയം കഴിഞ്ഞു. പ്രൈസലോ. എന്നോട് ക്ഷമിക്കണം. ദൈവത്തിന് മഹത്വം. തുടർന്ന് ദൈവത്തിന് സ്വതന്ത്രം ദാനിയേൽ ചർച്ച കരുണായി പ്രൈസലോ. ഇതിനായി ഇന്നത്തെ അമ്മേക്കൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയും. പ്രാർത്ഥനയോടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സദസ്സിൽ എനിക്കും കടന്നു വരുവാൻ ഇങ്ങനെ അവസരം കർത്താവ് തന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന ഞങ്ങളുടെ മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ അസംബ്ലിച്ചുകൊണ്ട് സൂപ്രണ്ടായിരിക്കുന്ന ഡോക്ടർ പി ടി സാറ്, മറ്റു സാറുകളെല്ലാം ഓർത്ത് വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇരു കുടുംബത്തിൻ്റെയും മാതാപിതാക്കളും ഒന്നിച്ച് റിയാദിൽ ആരാധിച്ചവരാണ്. ഞങ്ങൾ ഒരു സഭയിലായിരുന്നവരാണ്. ആ സ്നേഹബന്ധത്തിലാണ് ഇവിടെ വരാനിടയായത്. അജോയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടുപേരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടുപേരെ റിയാദിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതാണ്. ഞങ്ങളുടെ ഹെബ്രോൺ സഭ, അങ്ങനെ തന്നെ പറയാം, ഞങ്ങളുടെ ഹെബ്രോൺ സഭ അനുഗ്രഹമായിട്ട് റിയാദിൽ ഇന്നും ഉണ്ട്. അനേക ആത്മാക്കൾ ഒന്നിച്ച് ആരാധിക്കുന്നുണ്ട്. ആ സഭയിലെ ഏറ്റവും 98 മുതലാണ് ആ സഭയുമായിട്ട് എനിക്ക് ബന്ധം. അന്ന് ഞാൻ അണ്ണനെന്നാണ് വിളിക്കുന്നത്. എൻ്റെ അലക്സാണ്ടനും കുടുംബവും അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ ഒന്നിച്ചാരാധിച്ച് ഇന്ന് വരെ അവിടെ സഭയുടെ നട്ടല്ലായി നിൽക്കുന്നൊരു കുടുംബമാണ് ഈ കുടുംബം. ബിജോയുടെ വിവാഹത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. അജോയുടെ വിവാഹത്തിന് വരാൻ ദൈവം ഒരിക്കൽ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പൈതൽ അന്ന് മുതൽ അമ്മയുടെ തോളിലല്ല അപ്പൻ്റെ തോളി വളർന്ന, ഞങ്ങൾ ഇന്ന് വന്ന വഴിക്കും ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞാണ് അപ്പൻ്റെ തോളി കിടന്ന് വളർന്ന കുഞ്ഞ്. ആരാധന സമയത്തും അവൻ അപ്പൻ്റെ തോളി കിടക്കുന്നവനായിരുന്നു. അങ്ങനെ ആലയത്തിൽ വളർന്ന ഞാൻ പുറത്തിരുന്നപ്പോൾ കേട്ട് ദൈവാസം പറഞ്ഞ പോലെ റിയാദിലാണ് അവരുടെ ആത്മീയ ജീവിതം മുഴുവനും. രണ്ടുപേരെയും ദൈവവേലയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ബൈബിൾ കോളേജിലൊക്കെയും പോയി പഠിച്ച് ദൈവവചനം പഠിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. സാവിവർന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നിച്ചെറിയാതെ ഞങ്ങൾ ആരാധിച്ചാണ് ആ ഹെബ്രോൺ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിലെ നിർഭാഗ്യവശാൽ ആ ചർച്ചിൻ്റെ സ്ഥാപകനും അതിൻ്റെ സീനിയർ ശുശ്രൂഷനുമായിരിക്കുന്ന ജെയിംസ് വള്ളങ്ങളെന്ന് ഞങ്ങൾ വിളിക്കുന്ന ജെയിംസ് ചാൻ ഇന്ന് പോൽക്കാലം ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞില്ല. ടിക്കറ്റ് എല്ലാം റെഡി ആയിരുന്നു. പക്ഷേ അമ്മാമിക്ക് ശാരീരികമായ ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞില്ല. പ്രത്യേകം ആ ദേവദാസനെ ഇപ്പോൾ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പറയുകയാണ്. ഈ രണ്ട് കുഞ്ഞുങ്ങളും അച്ചായന് വളരെ പ്രിയപ്പെട്ട, ആ കുടുംബങ്ങളും വളരെ പ്രിയപ്പെട്ടതാണ്. ആ കുടുംബത്തെ ഇന്ന് പോലെ ഞാനിവിടെ ഓർക്കുകയാണ്. റിയാദിലുള്ള ഹെബ്രോൺ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് വളരെ അനുഗ്രഹപ്പെട്ടൊരു ദൈവസഭ, അനേക ആത്മാക്കളെ ഇന്നും നേടുന്നൊരു സഭ. ആ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അനേക കുഞ്ഞുങ്ങളെ വാർത്തെടുത്ത് വിടുവാൻ. ആമേൻ. ആത്മീയത്തിൽ ഞാനും ഒത്തിരി വളർന്നൊരു സഭയാണ്. അപ്പോൾ ആ സഭയെ ഇന്ന് പകൽ ഓർക്കുകയാണ്. ഇവർക്ക് എല്ലാവിധ ആശീർവാദങ്ങളും നേരുകയാണ്. ഹെബ്രോൺ സഭയുടെ പേരിലും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ആ ഒരു കുടുംബത്തെ പോലെ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായി ജീവിപ്പാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. വചനത്തിൽ നിലനിന്ന് കർത്താവിന് വേണ്ടി ആഴെക്കുറിച്ച് പാറമേൽ അടിസ്ഥാനപ്പെട്ട ബുദ്ധിയുള്ള മനുഷ്യ തുല്യനായി നിങ്ങളുടെ കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിന് അധികം പ്രയോജനപ്പെടട്ടെ. ഭൗതികത്തെക്കാൾ ഉപരി ഇന്നുവരെ നിങ്ങളെ തുടർന്ന് വരുന്ന ആത്മീയത്തിന് കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കൊടുത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് അധികം പ്രയോജനപ്പെട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന കർത്തദാസന് നന്ദി, ഇരു കുടുംബത്തോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ വചന കേൾപ്പാൻ ഞങ്ങൾ ഒരുക്കത്തോടെ തിരുമേൻപാകെ അടുത്ത് വരട്ടെ. ഇന്ന് പകലിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പ്രിയ കെ ജെ മർസാറിനെ ശക്തമായി ഞങ്ങൾ നമ്മൾ ഉപയോഗിക്കണമേ. കേൾക്കുന്ന വചനം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും കർത്താവെ വിടുതലിന് കാരണമാക്കി ദൈവം തീർക്കണമേ. ഇന്നത്തെ പ്രധാന ശുശ്രൂഷ വഹിക്കുന്ന ബഹുമാനപ്പെട്ട വലിയ പ്രകാശമായി പ്രാർത്ഥിക്കുന്നു. ഭക്തനെയും ഈ ശുശ്രൂഷ ദൈവശക്തമാക്കി ഉപയോഗിക്കണമേ. കർത്താവെ അച്ഛക്കായി അജോയ്ക്കായി പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇത്രത്തോളം ശുശ്രൂഷ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. കർത്താവിൻ്റെ കൃപ പിന്നെയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ട് മഹത്വമെല്ലാം ഞങ്ങൾ കർത്താവിന് തരുന്നു. ക്രിസ്തുവേശുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ.
പ്രൈസലോ കരമുയർത്തി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. തുടർന്ന് ചില ദൈവാലോചനകൾക്ക് സമയം വേർതിരിക്കുന്നു. റവറൻഡ് KJ മാത്യു, ജനറൽ സെക്രട്ടറി, സൗത്ത് ഇന്ത്യൻ സർവീസ് പാർലമെന്ററി ദൈവദാസൻ മുന്നോട്ട് കടന്നു വന്ന അല്പാസമയം അനുവദിക്കപ്പെട്ട സമയത്തിൽ ചില ദൈവാലോചനകൾ നമ്മോട് അറിയിക്കും. പ്രാർത്ഥനയോടായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ധന്യത്തിരുനാമം ഇന്ന് പകല് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയിൽ വീണ്ടും മഹത്വപ്പെടട്ടെ. മനോഹരമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ അവസരമുണ്ടായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീത സ്നേഹവന്ദനം ആരംഭത്തിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ രവി നല്ല തന്തി അവരുടെ ശുശ്രൂഷ ആദ്യം വെച്ച് നയിക്കുന്ന അദ്ദേഹത്തിന് എൻ്റെ സ്നേഹാദരങ്ങൾ. വളരെ ബഹുമാനായ ഡോക്ടർ BT എബ്രഹാം, സൗത്ത് ഇന്ത്യ സംസ്ഥാനത്തോടെ സൂപ്രണ്ട് 10 വർഷം അദ്ദേഹം ശുശ്രൂഷിച്ചു. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ എനിക്ക് ലഭിച്ച പദവി ഒരു ഭാഗ്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നു. കർത്താവിൻ്റെ ദാസനേതയും ശക്തമായി നമ്മുടെ മധ്യത്തിൽ ഇന്ന് ഉപയോഗിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ പ്രാർത്ഥന. ബഹുമാനരായ മറ്റ് പാസ്റ്റർമാർ പലരുണ്ട്. എല്ലാവരുടെയും പേരുകൾ അറിയാത്തത് നിങ്ങളെല്ലാവരും പൊറുക്കണം. ആശംസകളിലുള്ള ആളുടെ കൂടുതൽ എനിക്ക് പരിചയപ്പാട് സിബി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള പാസ്റ്റർ. ഞാൻ ഫിലിപ്പാണ് ബാംഗ്ലൂരിലെ പ്രിയ മകൾ അക്സയുടെ പാസ്റ്റർ. അതുപോലെ മുൻ പാസ്റ്റർ ജോൺകുട്ടി സെബാസ്റ്റ്യൻ വന്നു ചേർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ ബിജു ചാക്കോ അസംസ്കോടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാസ്റ്ററാണ്. ഒപ്പം പാസ്റ്റർ ഡാനിയൽ അവറുകൾ നിലമ്പൂർ ഭാഗത്ത് കർലായി സഭയുടെ ശുശ്രൂഷകനാണെന്ന് തന്നെ കേൾക്കാൻ അവസരമുണ്ടായി. വളരെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഗസ്റ്റിൻ കോശി നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീത സ്നേഹവന്ദനം. വധുവരന്മാരെ പ്രത്യേകിച്ച് ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. അജോയെയും അതുപോലെ അക്സയും. എനിക്കൊരു പരിമിതിയുള്ള 2 പേരെ പരിചയമില്ലെന്നു നിങ്ങൾ ക്ഷമിക്കണം. ഈ കുഞ്ഞുങ്ങളെ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ബന്ധപ്പെട്ട് ഇവിടെ വന്നത്? എനിക്ക് പുല്ലൂരിൽ നിന്ന് 120 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം വരാൻ. ഒരു ബൈക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഡോക്ടർ നിൽക്കല്ല് വണ്ടി ഓടിക്കലെന്ന് പറഞ്ഞിട്ടും എനിക്ക് നിർബന്ധമായിട്ട് ഇവിടെ വരണമെന്ന് തോന്നി. ഇച്ചിരി കഷ്ടപ്പെട്ടാണ് ഞാൻ വരാൻ ദൈവം സഹായിച്ചു. ഒത്തിരി സന്തോഷം. അതിന് കാരണം ഈ കുഞ്ഞു പ്രത്യേകിച്ച് അജോ എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാവരും പരിചയപ്പെട്ടിട്ടില്ല. പ്ലീസ് ബെയർ വിത്ത് മീ. അക്സയുടെ വീട്ടുകാരുമായിട്ടുള്ള ഞങ്ങളുടെ ആത്മബന്ധം നിമിത്തമാണ് ഈ തത്രപ്പാട് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. ഇവിടെ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് അക്സയുടെ ഗ്രാൻഡ് ഫാദർ വല്യപ്പച്ചൻ PM വർഗീസ് എന്നല്ലേ പേര്. എനിക്ക് ആ പേര് പിടികിട്ട് ഞാൻ കുഞ്ചായൻ കൊച്ചുനാൾ മുതലേ വിളിച്ച് തുടങ്ങിയതുകൊണ്ട് ഔദ്യോഗിക പേരൊക്കെ ചിലപ്പം ഓർക്കാതെ വരും. ആ ബഹുമാനം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫുൾ ടൈം പാസ്റ്റർ ആയിരുന്നിട്ടില്ല ഒരിക്കലും. പക്ഷേ പല പാസ്റ്റർമാരെക്കാൾ ഒത്തിരി വേല ചെയ്ത് ഒരുപാട് ആത്മാക്കളെ ദൈവസഭകൾക്ക് എൻ്റെ അപ്പനടക്കമുള്ള ഒരുപാട് പാസ്റ്റർമാർക്ക് പൂർണ്ണ പിന്തുണ എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ വന്നതിൽ ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷിക്കുന്നു. അവരൊക്കെ കാണാനും കൂടിയാണ് ഞാൻ വന്നത്. അതുപോലെ അത് അക്സയുടെ മാതാവിൻ്റെ പിതാവാണ്. എന്നാൽ അക്സയുടെ പിതാവ് പ്രിയ സാബി ഈപ്പച്ചൻ എന്നുള്ള പേര് ഞാൻ വായിച്ചപ്പോൾ ഞാൻ സാബിയെന്ന് എപ്പോഴും വിളിക്കുക. ഞാൻ നന്നായി ഉപയോഗിച്ചായ കുഞ്ഞോൾമാമനെ അദ്ദേഹത്തിന് ഈപ്പച്ചൻ എന്നുള്ള പേര് കിട്ടും. കാരണം അങ്ങനെയൊക്കെ ഓർക്കണം തലമുറ, പിൻതലമുറകൾ പിതാക്കന്മാരെ ഓർക്കണം. അതുകൊണ്ട് ഈപ്പച്ചൻ എന്ന പേര് സഭയ്ക്ക് ഏറ്റവും ഉചിതമായെന്നാണ് എൻ്റെ അഭിപ്രായം. വധുവിൻ്റെ പിതാവ് കൊച്ചുനാളിലാണ് ഞാനും ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഒത്തിരി കാലമായി. ചുമ്മാ റോഡിൽ നിന്ന് കണ്ടാവൊന്നും അറിവൊന്നും തോന്നുന്നില്ല. സബയും ജോയ്സും ഈ പറഞ്ഞ പോലെ അവർ ചെറിയ പ്രായത്തിൽ, ഇളം പ്രായത്തിൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരേ സഭയിൽ വളർന്നവരാണ്. ഞാൻ സ്വല്പം സീനിയറായിരുന്നു എന്നേ ഉള്ളൂ. ഒരേ ചേർച്ചിൽ ആരാധിച്ചു, ഒരേ ശുശ്രൂഷകൾ അനുഭവിച്ചു, ഒരേ തരം സൺഡേ സ്കൂൾ പഠിച്ചു, ഒരേ പാരസ്പര്യം കൂട്ടായ്മകൾ ഞങ്ങൾ അന്ന് അനുഭവിച്ചു. അതിന് ഒരിക്കലും കിട്ടില്ല. ഉലകത്തിൽ ഒരിടത്തും തിരികെ കിട്ടാത്ത ആധ്യാത്മിക കൂട്ടായ്മകളുടെ ഓർമ്മകളിൽ ഞാൻ തരളിതനാണ് ഈ സമയത്ത്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഞങ്ങളുടെ എല്ലാ നാടും മലബാർ, പിന്നീട് പലയിടത്തേക്ക് പോയെന്നേ ഉള്ളൂ. പുല്ലൂർ അല്ല എൻ്റെ നാട്. ഞാൻ ബേസിക്കലി മലബാറുകാരനാണ്. എൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും മലബാർ നിമിത്തമാണ്. എൻ്റെ ഓർമ്മകൾ മലബാറിൽ ഇങ്ങനെ പൊക്കിൾക്കൊടി ബന്ധമായിട്ട് നിൽക്കുന്നു. അതെനിക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും ഒക്കെ ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയവരാണ്. ദൈവകൃപ പകർന്നവരാണ്. ആത്മാവിൽ ബലപ്പെടുത്തിയവരാണ്. പെന്തക്കോസ്തിൻ്റെ ഉണ്മ, ഐഡൻറ്റിറ്റി നഷ്ടപ്പെടലെന്ന് ശക്തമായി പറഞ്ഞവരായതുകൊണ്ടാണ് ഞങ്ങളെല്ലാം കൃപയിലായിരിക്കുന്നത്. സഭയും, ഞാൻ അടുത്തിടയ്ക്കാണ് അയർലൻഡിൽ എൻ്റെ ചേർച്ചിൽ ശക്തമായി ശുശ്രൂഷിക്കുന്ന അസോസിയേറ്റ് പാസ്റ്റർ എന്നപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വളരെ ലേറ്റായിട്ട് അറിഞ്ഞു. വളരെ സന്തോഷം സഭി അങ്ങനെയൊക്കെ കണ്ടത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റനേകർ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഇതേ പാസ്റ്റർ എല്ലാവരും പ്രിൻ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സമയം പാലിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. പിന്നെ എനിക്കൊന്ന് അഗസ്റ്റാൻ, ജോയ്സിൻ്റെ മൂത്ത ജാക്ഷി ജോമനമ്മ അഗസ്റ്റാൻ വന്നിട്ടുണ്ട്. സിസ്റ്റർ CC ജോസഫ് വന്നിട്ടുണ്ടാവണം. എനിക്ക് ജോയ്സിൻ്റെ ഏക സഹോദരൻ സൈമൺ, എൻ്റെ സുഹൃത്ത്, ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞാൻ കേട്ടിരിക്കുന്നു. പിന്നെ കുട്ടിക്കുന്നെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? മോഹൻചാനോ എല്ലൊക്കെ ഉണ്ടോ? എല്ലാ മോഹൻചാനെയും മറ്റെല്ലാവരെയും ഞാൻ ഗ്രീറ്റ് ചെയ്യുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും കാണാൻ. ബേച്ചാൻ്റെയും കുഞ്ഞോൾമാവിൻ്റെയും കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നു മക്കളെ. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുക. വിത്ത് ദാറ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ ബാക്കി 5 മിനിറ്റ് കൊണ്ട് ഒരു വചനഭാഗം വേദപുസ്തകം നിവർത്തിയാൽ ഞങ്ങൾക്ക് പാസ്റ്റർമാർക്ക് പ്രശ്നമാണ്. പുസ്തകം നിർത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബാക്കികളൊക്കെ വായിക്കാതിരിക്കാം. 3 വേദവാക്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മക്കളെ, അജോയ്ക്കും അക്സയ്ക്കും വേണ്ടി പ്രൈമറി മിസ്റ്റേക്ക്. 3 കാര്യങ്ങൾ 3 പാസേജിൽ നിന്ന് എനിക്ക് ഏറ്റവും ചുരുക്കത്തിൽ, ഞാൻ ഇന്ന് വരെ പ്രസംഗത്തിൽ ഏറ്റവും ചുരുക്കത്തിൽ പ്രസംഗിച്ച് നിർത്തണം. എഫേസ്യർ 5-ാം അധ്യായത്തിൽ നിന്ന് ലവ് വിത്തൗട്ട് കണ്ടീഷൻ. Colossians chapter 3 and verse 18. Surrender without domination. Number 3. 1 Petrus 3:1. Witness without word. ഈ 3 കാര്യങ്ങൾ ഞാൻ ഇവർക്ക് വേണ്ടി പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞ് 1-2 വിശദീകരണം നടത്തിയിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. മക്കളെ, ലവ് എന്ന വാക്ക് തിരുവഴുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബൈബിളില് 2-ാമത്തെ പ്രധാന വാക്ക് കോയിനോണിയ എന്ന വാക്ക്. ഐസിസ് കോയിനോണിയ ആക്ച്വലി ദൈവമക്കളുടെ കൂട്ടായ്മയാണ്. 1-ാമത്തെ വാക്ക് അഗാപ്പയാണ്. നമ്പർ 1 യോഹന്നാൻ 3:14 പറയുന്ന വചനം. നമ്മൾ ഓർക്കും കാൽവറിയും ഈശോ മിശിഹായും പിതാവായ ദൈവവും സ്നേഹവും അതവിടെ നിൽക്കുന്നില്ല. കൊലോസ്യർ 3 പറയുന്നു, ആ സ്നേഹം കൊണ്ട് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കട്ടെ. അതിൻ്റെ ആശയം മനസ്സിലായോ? 4 ഗ്രീക്ക് വാക്കുകളുണ്ട് സ്നേഹം എന്നതിന് ബൈബിളിൽ. ഒന്ന് ഇറോസാണ്, ഒന്ന് സ്റ്റോഗയാണ്, മറ്റൊന്ന് ഫിലിയാണ്. അതെല്ലാം പുസ്തകത്തിനകത്തുണ്ട്. പക്ഷെ വിവാഹ ബന്ധത്തിലെ സ്നേഹത്തിന് ശ്രീകൻ പറഞ്ഞ വാക്ക് അഗാപ്പയാണ്. അൺകണ്ടീഷണൽ, നിസ്തുല സ്നേഹം, നിരുപാധിക സ്നേഹം, നിഷ്കളങ്ക സ്നേഹം, നിസ്വാർത്ഥ സ്നേഹം, യാഗാർപ്പണ സ്നേഹം. അതെല്ലാം ഇംപ്ലിക്കേഷൻസ്. മക്കളെ, ഇന്നത്തെ സൗന്ദര്യവും ആരോഗ്യവും എല്ലാം നിങ്ങൾക്ക് നീണാൽ നിൽക്കട്ടെ എന്ന് ആശംസിക്കാൻ ഞങ്ങൾക്ക് എളുപ്പമുണ്ട്. നടക്കുകയില്ല. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ സാമാന്യം ഭേദമായിരുന്ന എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, 65 വയസ്സായപ്പോൾ ഈ സോഡാക്കുപ്പി പോലെയൊക്കെ ആയത് മോനെ, നേരത്തെ വലിയ കുഴപ്പമില്ല. ഇത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷെ ലോകമല്ലേ ജരാ നരാധീന ദിനാന്തരം എന്ന് പറയാം. ചോദിച്ച് മനസ്സിലായിട്ടില്ല. ജരയും നരയുമുള്ള ജീവിതമാണ് ഇത് മക്കളെ. ഞങ്ങളെപ്പോലെ ആവും നിങ്ങൾ. ഇതേപോലെ ക്ഷീണം വരും, പക്ഷേ സൗന്ദര്യമില്ലാതാകും, ആരോഗ്യം കുറയും, ജോലി എപ്പോഴും പോകണമെന്നില്ല, എല്ലാവരും കൂടെ കാണണമെന്നില്ല. പക്ഷെ പുസ്തകം പറയുന്നു അന്ത്യശ്വാസം വരെ രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, സങ്കടമാകട്ടെ, പട്ടിണിയാകട്ടെ, പരിവട്ടമാകട്ടെ, സോളിറ്റ്യൂഡാകട്ടെ, ദൈവം ഇവരെ ഒന്നിപ്പിക്കുന്നത് അന്ത്യശ്വാസം. കരവത്ത് സമ്പാദി കർത്താവ്. ഹല്ലേലൂയ. അതാണ് വിവാഹത്തിന്റെ ബന്ധം, അതാണ് സ്നേഹാതിരേകം. അതിലാണ് കർത്താവ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ഒരാൾക്ക് ആരോഗ്യം കുറയുന്നു, സൗന്ദര്യം കുറയുന്നു, കാശ് കുറയുന്നു, മക്കളെ ഒക്കെ സംഭവിക്കാം. പക്ഷെ സ്നേഹം കുറയല്ലെന്ന് പുസ്തകം പറയും. ലവ് വിതൗട്ട് കണ്ടീഷൻ. വ്യവസ്ഥ വെച്ചല്ല സ്നേഹിക്കേണ്ടത്, ഉപാധിയില്ലാതെ സ്നേഹിക്കും. നമ്പർ 2, സറണ്ടർ വിതൗട്ട് ഡോമിനേഷൻ. എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടും. അത് പൊതുപ്രതീക്ഷയാണ്. വേണം,
ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഗ്രാമത്തിൽ ജനിച്ചവരാണ്, ഞങ്ങൾക്ക് ഇന്നും ആ പ്രതീക്ഷയുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിലും ആ പ്രതീക്ഷയകത്ത് ഇങ്ങനെ ഉണ്ട്. പക്ഷെ തിരുവെടുത്ത് പറയുന്നു, it should not be a domination. You won't dominate your wife, Ajo. It's a voluntary submission. You don't command it. You don't command a submission. Rather, it's voluntary. It's spontaneous. It's extemporary. സ്വാഭാവിക, സാധാരണ പ്രതീക്ഷയ്ക്കുതകുന്ന സ്വസിദ്ധമായ ഒരു സമർപ്പണമാണ് നിങ്ങൾക്ക് ആവശ്യം. അത് അപ്പോൾ തന്നെ തുല്യതയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു പരിധി വരെ പുസ്തകത്തിലെ വാക്യങ്ങൾ ഒട്ടും അവഗണിക്കുന്നില്ല. എൻ്റെ ഭാര്യയ്ക്കും അതറിയാം. പക്ഷേ സുഹൃത്തുക്കളെ, എൻ്റെ ഭാര്യ റോസമ്മ ഇന്ന് വരേണ്ടതാണ്. അവളുടെ അമ്മയ്ക്ക് ഇന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണ്. അതേപോലെ ഞങ്ങൾ ഒരുമിച്ചാണ് വരിക. എൻ്റെ ഭാര്യ എനിക്ക് പല തിരക്കുള്ള ആളായതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു പേഴ്സൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊന്ന് വലിയൊരു 600 രൂപ കാണും. കാശ് കുറവെന്ന് പറയല്ല, പൈസ എല്ലാം ഭാര്യയുടെ കയ്യിലാണ്. ഇഷ്ടം പോലെ പൈസ ഉണ്ട്. എനിക്ക് ഐ നോ ടൈം. കാശെല്ലാം അവളെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ പോരാൻ നേരത്ത് വണ്ടിക്കൂലിക്ക് മേടിക്കും. നാണക്കേടാണോ? കാരണം ഐ ഡോണ്ട് മാനേജ്, ഐ ഹാവ് നോ ടൈം. കർത്താവിൻ്റെ വേലയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേക കണക്കുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ മേലാത്തതാണ്. പട്ടിണിയിൽ ആരംഭിച്ചതാണ്, ദൈവം സമൃദ്ധിയായി നടത്തി. കരമൂർത്തി വലിയ ദൈവം ശ്രദ്ധിച്ചാട്ടെ. ഒന്നിനും കുറവില്ല. ഒരു സൈക്കിൾ മേടിക്കാനില്ല. അതിന് KP യോഹന്നാനെ ആശ്രയിച്ച ആളാണ് ഞാൻ 35 കൊല്ലം മുമ്പ്. പക്ഷെ എല്ലാം ദൈവം തന്നു, എല്ലാം ദൈവം. മക്കളെ, അതുകൊണ്ട് ഈക്വാലിറ്റിയും കൂടെ ഒന്ന് ഓർത്തോ. ഷെയർ. നോട്ട് ഓൺലി യു ആർ നോട്ട് ഷെയറിങ് യുവർ ഡ്രീംസ് അലോൺ, you share your whole life. Amen. Everything and anything under the sun, I would say, you need to share one another. And in closing, ഒറ്റ കാര്യം കൂടെ പറഞ്ഞു. വിറ്റ്നസ് വിത്തൗട്ട് വേർഡ്. 1 പത്രോസ് 3:1. നമ്മളെല്ലാം പെന്തക്കോസ്തുകാരാണ്. ഈ ചർച്ച് പെന്തക്കോസ്റ്റ് ആണല്ലോ അല്ലേ ബോസ്? ഈ ഗ്ലോബൽ ഇറ്റ്സ് എ പ്യൂർ പെന്തക്കോസ്റ്റ് ചർച്ച്. ഞാൻ വളരെ നിർബന്ധ ബുദ്ധിക്കാരനായ പെന്തക്കോസ്തുകാരനാണ്. ഒരു കോംപ്രമൈസും ഇല്ല. ഇപ്പൊ കല്യാണ പ്രശ്നമായിട്ട് അന്യഭാഷ പറയാത്തത്. നോ കോംപ്രമൈസ്. റിയലി സ്പീക്കിംഗ്, ഞാൻ ശക്തമായി പറയുന്നു, പെന്തക്കോസ്റ്റിന്റെ ഉണ്മയിൽ പ്രസംഗിക്കാനും, ഭാഷ നല്ല തമ്പിയോ ഡോക്ടർ വീറ്റിയോ ഞാനും ഒക്കെ പ്രസംഗിക്കും വേണേൽ കുറെ കൂടെ സമയം കിട്ടിയാൽ. പ്രസംഗവും പ്രവചനവും സാക്ഷ്യവും എല്ലാം എളുപ്പമാണ്. പെന്തക്കോസ്റ്റ് മറക്കുന്നത് ജീവിതമാണ്. കരമുട്ടി എല്ലാവരും സമർപ്പിച്ചാട്ടെ. വിറ്റ്നസ് വിത്തൗട്ട് വേർഡ്. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഒത്തിരി പ്രസംഗം വേണ്ട, ഒത്തിരി വാചകങ്ങൾ അടിക്കണ്ട. വീട്ടിനകത്ത് ചൊവ്വേ നേരെ ജീവിച്ചാൽ, വാക്കും ഭാഷണവും ഇല്ലാതെ, without uttering a single syllable, you can win souls wherever you are. ലോകത്തിന്റെ ഏതു ഭാഗത്തും കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാം, വചനം ജീവിച്ച് കാണിക്കാൻ തയ്യാറായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശംസകൾ നേരുന്നു. God bless you all. Thank you. Praise the Lord. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ വിവാഹത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനിയ ദൈവദാസൻ പാസ്റ്റർ രവി തമ്പി അവർകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വിവാഹ ശുശ്രൂഷ ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനിയ കർത്തൃദാസൻ ക്രിസ്തുവിൽ ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ VT എബ്രഹാം പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് മുമ്പേ പ്രസംഗിച്ച ക്രിസ്തുവിൽ ഞാൻ വളരെ ആദരിക്കുകയും എൻ്റെ സഭയിൽ വന്ന് കർത്താവിൻ്റെ ദാസൻ വിവാഹ ശുശ്രൂഷ നടത്തി. ആ കുടുംബം ഇന്ന് ബോംബെയിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KJ മാത്യു സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഇവിടെ വരുവാൻ ഇടയാക്കിയ മെയിൻ പുള്ളികളാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രിയ വിജയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൂട്ടി യോജിപ്പിക്കുവാൻ പോകുന്ന കുടുംബത്തിൻ്റെ ഐശ്വര്യം ഒരു പ്രത്യേകത തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. വേദപുസ്തകത്തിലെ വാക്യം ബഹുമാന്യ ദൈവദാസൻ പറഞ്ഞ പോലെ വാക്യം എടുത്താൽ ഒരുപാട് പറയേണ്ടി വരുന്നുണ്ട്. സമയം ഞാൻ കീപ്പ് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിത 70-80 വർഷത്തെ ജീവിതമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്.
ആ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ കഴിയുന്ന സിമ്പിളായ കാര്യങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭർത്താവിൻ്റെതായ ദൗത്യവും ഭാര്യയുടെ ദൗത്യവും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അനുസരിക്കാത്തവർക്ക് അത് വലിയ ഭാരമായി തോന്നും. അനുസരിച്ച് കഴിഞ്ഞാൽ വളരെ അനുഗ്രഹമാണ്. എൻ്റെ വിവാഹ ശുശ്രൂഷ നടത്തിയത് തിരുവല്ലയിലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ്. എൻ്റെ വിവാഹത്തിന് പ്രസംഗിച്ചത് ഇന്ന് ക്രിസ്തുവിൽ മറഞ്ഞു നിൽക്കുന്ന പാസ്റ്റർ എം പൗലോസ് പാസ്റ്ററാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, വിവാഹത്തിന് മുമ്പേ, യേശുദാസ്, വിവാഹം കഴിക്കുന്നെങ്കിൽ സാധുവായ ഒരു പെൺകുട്ടിയെ നീ വിവാഹം കഴിക്കണം, ദൈവം നിന്നെ അനുഗ്രഹിക്കും. 5 ലക്ഷം രൂപ കൊടുത്തൊരു ഭൂതം വാങ്ങുന്നതിനേക്കാളും പാപം പിടിച്ചൊരു ദൈവ പൈതലിനെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. പ്രൈസ് ദ ലോർഡ്. കൃപയാൽ 5 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ചെന്ന് 5ാമത്തെ മകളെ വിവാഹം കഴിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാനും എൻ്റെ വീട്ടിൽ 5ാമനാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്നയോളം ദൈവം നടത്തി. 34 വർഷമായി വിവാഹം കഴിഞ്ഞ് കർത്താവ് ഐശ്വര്യമായി ദൈവം ഞങ്ങളെ നടത്തി മാനിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ കമ്പിവാചകത്തിൽ പറയാം, ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്തോത്രം. ബാഹ്യമായ ഭൗതികമായ സ്നേഹമല്ല. പ്രിയ മേരി സാധാ പ്രസ്താവിച്ചതുപോലെ പരമാർത്ഥ ഹൃദയത്തോടെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെയും പരമാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കണം. ഇന്നത്തെ വിവാഹ ശുശ്രൂഷകൾ സംബന്ധിക്കുവാനും പ്രസംഗിക്കുവാനും വളരെ ഭയമുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 2021 22 നടന്നു. ആ കാര്യം ഞാനിവിടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വേദനാജനകമായ വിവാഹ ജീവിതങ്ങൾ തകർന്നിരിക്കുന്നത് കാണുമ്പോൾ ഹൃദയത്തിന് വലിയ ഭാരമുണ്ട്. ജീവനോട് ഞാൻ പറയാം, സ്നേഹിക്കുന്നെങ്കിൽ ലീവിങ് ക്രൈസ്റ്റ്, ജീവനുള്ള സ്നേഹമായിരിക്കണം. നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവാണെങ്കിൽ നമുക്ക് തുണ തരുന്ന ദൈവം സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കണം. 2 സ്നേഹത്തിന് പറയുന്ന പദമാണ് ലവ്. എൻ്റെ 2ാമത്തെ അക്ഷരമാണ് ഓ. ഓബേ, അനുസരിക്കണം. ഇന്ന് അനുസരണം വളരെ കുറവാണ്. നമ്മുടെ ബഹുമാന്യ ദൈവസംബന്ധ നാട്ടും പ്രദേശത്തൊക്കെ, വിശേഷിച്ചും ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കന്യാകുമാരിയിലൊക്കെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാൽ സാധാരണ പെട്ടെന്ന് സൗകര്യമാർ ഈ കട്ടളയുടെ സൈഡിലിരുന്ന പിന്നെ എഴുന്നേക്കത്തില്ല. അച്ചായം പോ എന്ന് പറഞ്ഞ് സൈഡ് കൊടുക്കും, വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ. അങ്ങനെ ആകരുത്. പണ്ടുകാലങ്ങളിലുള്ള അമ്മമാർ, കുടുംബനാഥന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തൂമ്പയും കോടാലിയും വെട്ടുകത്തിയൊക്കെ തലയിൽ ചുമ്മി അവർ കടന്നു വരുമ്പോൾ ഇരിപ്പിടത്തുനിന്ന് എഴുന്നേറ്റ് ചെന്ന് ആ ഭർത്താവിൻ്റെ ആ ആയുധങ്ങൾ, ആ സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്നിട്ട് കട്ടൻ കാപ്പിയോ തേയിലയോ തലയ്ക്ക് തേക്കാനുള്ള എണ്ണയൊക്കെ കൊടുക്കുന്നത് എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത് കാണുവാൻ വളരെ കുറവാണ് കാണുന്നത്. അനുസരിക്കല്ലേ, ഇപ്പം എല്ലാം സമത്വമാണല്ലോ. റേഷൻ കാർഡ് പോലും ഇപ്പം അവരുടെ പേരില്ല. അതാണ് സഹിക്കാൻ വയ്യാത്തത്. സ്തോത്രം. നമ്മളെല്ലാം ഇപ്പം അതിൻ്റെ അഴിയില്ല. ദൈവം പറഞ്ഞേക്കുന്ന തല, പുരുഷൻ, ഭാര്യ, ശരീരമാണ്. ഇപ്പം സംഗതി ശരീരമാണ് ഇപ്പം കയറി മേളിൽ നിൽക്കുന്ന തലതാണ്. സമത്വത്തിൻ്റെ ഒരു ഭയങ്കര കളിയായിട്ട് ഇവിടെ നടക്കുകയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തിരുവനന്തപുരത്ത് പാറശാല വരാൻ പാടില്ല, ജ്യൂസ് ഒന്നും കുടിക്കാൻ പാടില്ല, തട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കൊല്ലത്ത് വഴി പോയാൽ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, പട്ടി കടിച്ചു ഊപ്പാട്. തിരുവല്ലയിലും പിന്നെ പത്തനംതിട്ടയിലും പോകാൻ പാടില്ല. അവിടെ സർവേക്കത്തിൻ്റെ പേരിൽ ഭയങ്കര ലോകം എല്ലാം കൊണ്ടും ആകെ ബഹളമായിരിക്കുകയാണ്. അനുസരിക്കേണ്ടത് എഫേസ്യർ 5:22 പറയുന്നു, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം,
സകലത്തിലും അനുസരിക്കണം. അവിടെയാണ് ദൈവമഹത്വം കുടുംബത്തിൽ നിറവേറുന്നത്. അത് രണ്ടും അനുസരിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തതാണ് വിക്ടറി. തൊടുന്നതെല്ലാം അനുഗ്രഹമായിരിക്കും. ഈ 3 അക്ഷരവും കുറഞ്ഞ പക്ഷം കുടുംബജീവിതത്തിൽ അനുസരിക്കാമെങ്കിൽ പിന്നെ നമുക്ക് ഭൂമിയിൽ വാഴ്വ് വളരെ കുറവാണ്. പിന്നെ ഈ എട്ടേണിക്ക് നിത്യതയില്ല. പ്രൈസ് ദ ലോർഡ്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാസംഗികനായി വരും. ഈ സഭയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഈ ദേശത്തിൽ അവരുള്ളത്. ജിജോയ്ക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ഭാര്യയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. വിവാഹം ഒരു വിശ്രമമാണ്, വിവാഹം ഒരു വിനോദമാണ്. അത് വ്യക്തമായി ദൈവവചനത്തിൽ വായിക്കുന്നു. ഏതേൻ തോട്ടത്തിൽ ദൈവം നടത്തിയ വിവാഹം എത്ര ഭംഗിയായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ആദാമിനെ തക്കതായ തുണ. ഇന്ന് പല കുടുംബത്തിലും കിട്ടിയിട്ടുണ്ട് തക്ക നോണ. സഹിക്കാൻ പറ്റിയല്ല. കൈയൊന്നും പൊക്കണ്ട, സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ചില പുള്ളികൾ മാറ്റിയെടുക്കാൻ നോക്കിയാണ്, നടക്കിയാല ചായ നട്ടല് വെഴുത്തു പോകും. അങ്ങനെയൊന്നും ചെയ്യാനുള്ളതല്ല കുടുംബജീവിതം. അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തൻ ഇവിടെ പറഞ്ഞ് ഈ ശ്വാസം പോകുന്നതുവരെ വിശ്വസ്തയോടെ നമ്മളായിരിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്തരായി നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മളെ മാനിപ്പാൻ ശക്തനാണ്. അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ ഞങ്ങളെ ജ്ഞാനം ഗ്രഹിപ്പിക്കുന്ന ദൈവം. ഇരമ്യാ 5:3 പറയുന്നു, യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. കുടുംബ ജീവിതത്തിൽ വിശ്വസ്തതയോടെ ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കണം. 2 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഐക്യതയോടെ ഒത്തൊരുമയോടെ ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയിൽ വിശ്വസ്തതയോടെ വേലയ്ക്ക് സഹായിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുമെങ്കിൽ ആ കുടുംബജീവിതം ധന്യമായി അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങളോളമായിട്ടും വിവാഹം നടക്കാത്ത എത്രയോ ദേവാലയങ്ങളുണ്ട്. എന്നാൽ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട രവി പാസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷ ഈ ആലയത്തിൽ നടക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകിച്ച് പറയാം. കുടുംബജീവിതത്തിൽ ഭാര്യ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം, ഭാര്യ അനുസരിച്ചില്ലെങ്കിലുള്ള കുഴപ്പം, വിഷാദമുണ്ടാകും, വിവാദമുണ്ടാകും, വിരോധമുണ്ടാകും, വിദ്വേഷമുണ്ടാകും, വിലാപമുണ്ടാകും, വികാരമുണ്ടാകും. അനുസരിക്കുവാനുള്ളത് വിധേയം, വിനയം. വിധേയത്വവും വിനയവുമുണ്ടോ ആ കുടുംബജീവിതം ധന്യമായി അനുഗ്രഹിക്കും. വിധേയപ്പെട്ടാൽ, അനുസരിച്ച് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം കുടുംബജീവിതത്തെ ധന്യമായി അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം വിടുന്നു. അവസരം ഒരുക്കി തന്ന ദൈവദാസനോടും പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന വാത്സല്യ നിധിയോടും അക്ഷയോടും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ആശംസകൾ ഞങ്ങൾ ടീമായി നിങ്ങളെ അറിയിക്കുന്നു. പീസോൺ ഗോസ്ബൽ ടീമിൻ്റെ പ്രത്യേകമായ ആശംസകൾ അറിയിക്കുന്നു. കടന്നു വന്ന ബന്ധുക്കൾ, ചാർച്ചക്കാർ, സഹോദരി സഹോദരന്മാർ, അഭിഷക്തന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം നൽകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രാണപ്രിയൻ വരവടുത്തേ സഭയേ നീ വേഗം ഉണരൂ.
പ്രാണപ്രിയൻ വരവടുത്തു ആയതിനാനന്ദമേ, പ്രാണപ്രിയൻ കൂടെ വാഴുവതിലും ആനന്ദമേ. പ്രാണപ്രിയൻ വരവടുത്തു ആയതിനാനന്ദമേ, പ്രാണപ്രിയൻ കൂടെ വാഴുവതിലും ആനന്ദമേ. കാണും എൻ്റെ കണ്ണാലെ ഞാൻ പ്രാണനാഥനെ, കാണും എൻ്റെ കണ്ണാലെ ഞാൻ പ്രാണനാഥനെ. ആയിരം ആയിരങ്ങളിലധിവസുന്ദരനെ, ആയിരം ആയിരങ്ങളിലധിവസുന്ദരനെ. പ്രാണപ്രിയൻ വരവടുത്തു ആയതിനാനന്ദമേ, പ്രാണപ്രിയൻ കൂടെ വാഴുവതിലും ആനന്ദമേ. കാൽവരിയിൽ പ്രിയന്റെ സ്നേഹം കണ്ടു വളർന്നവളാ, കറയില്ല രക്തത്താൽ പാപ കറകളഞ്ഞവളാ. കാൽവരിയിൽ പ്രിയന്റെ സ്നേഹം കണ്ടു വളർന്നവളാ, കറയില്ല രക്തത്താൽ പാപ കറകളഞ്ഞവളാ. കാന്തനൊപ്പം വാഴാനെന്നും ഏറെ കൊതിച്ചവളാ, കാന്ത ലോകത്തിന്റെ കറകളന്തം കേൾക്കാതെ കാത്തവളാ. കാന്തനൊപ്പം വാഴാനെന്നും ഏറെ കൊതിച്ചവളാ, കാന്ത ലോകത്തിന്റെ കറകളന്തം കേൾക്കാതെ കാത്തവളാ. പ്രാണപ്രിയൻ വരവടുത്തു ആയതിനാനന്ദമേ, പ്രാണപ്രിയൻ കൂടെ വാഴുവതിലും ആനന്ദമേ. പ്രാണപ്രിയൻ വരവടുത്തു ആയതിനാനന്ദമേ, പ്രാണപ്രിയൻ കൂടെ വാഴുവതിലും ആനന്ദമേ. കാണും എൻ്റെ കണ്ണാലെ ഞാൻ പ്രാണനാഥനെ, കാണും എൻ്റെ കണ്ണാലെ ഞാൻ പ്രാണനാഥനെ. ആയിരം ആയിരങ്ങളിലധിവസുന്ദരനെ, ആയിരം ആയിരങ്ങളിലധിവസുന്ദരനെ, ആയിരം ആയിരങ്ങളിലധിവസുന്ദരനെ, ആയിരം ആയിരങ്ങളിലധിവസുന്ദരനെ. നമുക്ക് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. അടുത്ത വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കുന്ന മഹനീയമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടും സഹകരണത്തോടുമായിരിക്കുക. ശുശ്രൂഷ ചെയ്യുന്നത് റവറൻഡ് ഡോക്ടർ BT അബ്രഹാം, സൂപ്രണ്ടായിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ എസ്എംസ് ക്ലാലിൻ്റെ മലബാർ ഡിസ്ട്രിക്ട് കൗൺസിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠാഭിഷിക്തൻ ആ ശുശ്രൂഷ തികയ്ക്കും. വളരെയധികം പ്രാർത്ഥനയിലായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.